ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. പ്രിയ ദൈവമക്കളെ, 8 നോമ്പിൻ്റെ 2ാം നാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമ്മ മാതാവിൻ്റെ ജനന തിരുനാളിനുള്ള ഒരുക്കം, അമ്മ മാതാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കുവാനുള്ള ഒരുക്കമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താണ്? കൃപയുടെ സാഗരമാണവൾ, അനുഗ്രഹത്തിൻ്റെ നിറവാണവൾ, ആത്മാവിൻ്റെ പെരുമഴയാണ്. ഒരു പെന്തക്കോസ്ത വ്യക്തി, ആദ്യത്തെ പെന്തക്കോസ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ മറിയം തന്നെയാണ്. പരിശുദ്ധാത്മാവ് പെരുമഴ പോലെ പെയ്ത, ചോരയും നീരും മാംസവും ഒക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തി. ഒരു ജീവിതത്തിൻ്റെ അഭിഷേകം അതല്ലേ? എനിക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനപ്പുറത്തൊരു ഭാഗ്യമില്ല മക്കളെ. നിന്റെ സകല നൊമ്പരങ്ങളും, നിന്റെ സകല വേദനകളും, നിന്റെ സകല ആകുലതും മരുന്ന് കഴിച്ചിട്ടല്ല രോഗം മാറാൻ പോകുന്നത്. നിനക്കാരെങ്കിലും പണം തന്നിട്ടല്ല നിന്റെ ജീവിത പ്രതിസന്ധി മാറാൻ പോകുന്നത്. ആരെങ്കിലും കൈക്ക് പിടിക്കുമ്പോഴല്ല നിനക്ക് സൗഹൃദം തോന്നാൻ പോകുന്നത്. എന്തുമാത്രം പരിശുദ്ധാത്മ നിറവ്, എന്തുമാത്രം പരിശുദ്ധാത്മ ബന്ധത്തിൽ കുഞ്ഞെ നീ ആയിരിക്കുന്നുവോ അതിനനുസരിച്ച് യു വിൽ ഹാവ് എ സൂപ്പർ അബൻഡൻസ് ഇൻ യുവർ ലൈഫ്. ഒരു നിറവ്, ഒരു നിർവൃതി, ഒരു കവിഞ്ഞൊഴുകൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മാലാഖ പറയുന്ന വാക്കുകളല്ലേ. മാലാഖ പറയുക, നീ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. മാതാവിന് കൊടുക്കുന്ന ടൈറ്റിൽ, ഫസ്റ്റ് ടൈറ്റിൽ ഫ്രം ഹെവൻ. സ്വർഗം മാതാവിനിട്ട് കൊടുത്ത പേരെന്താന്ന് ചോദിച്ചാൽ ദൈവകൃപ നിറഞ്ഞവള്, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്. ദൈവമക്കളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ കൃപയല്ലേ പൊട്ടിയൊഴുകിയത്. ദൈവം മാതാവിൽ കണ്ട പ്രത്യേകത ഇത് തന്നെയാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവള്. വീണ്ടും മാതാവിന് കിട്ടുന്ന വാഗ്ദാനം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ബലഹീനയാണല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ബലഹീനതയുടെ പാനപാത്രം ഉയർത്തി കാണിക്കുമ്പോൾ കർത്താവ് എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ ഇത്രയും കാലം ഈ ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഒറ്റവാക്കിൽ ആത്മീയതയെ പറഞ്ഞാൽ ഞാൻ പറയും, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ശരിക്കുമുള്ളൊരു ആത്മീയത. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തിയുടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തിയുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവൻ്റെ പെരുമാറ്റത്തിന് വ്യത്യാസമുണ്ട്. അവൻ്റെ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. കൃപ നിറഞ്ഞവളെ സ്വസ്തി. നമ്മൾ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയെ കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് ഓർമ്മിപ്പിച്ചു തരിക. ആളുപരി യൂതിത്തുന്ന പഴയ നിയമത്തിലെ ജനം, ഇസ്രായേൽ മക്കള് അടിമത്തത്തിൽ ഹോളോഫർണസിലേക്ക് കീഴിൽ ആയിരിക്കുന്ന സമയത്ത് ഇതാ യൂതിത്ത് എന്ന മകള്, യൂതിത്ത് ഭർത്താവ് മനാസെ നഷ്ടപ്പെട്ട യൂതിത്ത് വിധവയായി കഴിഞ്ഞവള്, ആ വിധവയുടെ മേൽ വെള്ളവസ്ത്രം ധരിച്ച അവളുടെ മേൽ ദൈവത്തിന്റെ ചൈതന്യം നിറയുക. വെള്ളവസ്ത്രം ധരിച്ച നിന്റെ മേൽ ദൈവത്തിന്റെ ചൈതന്യം നിറയുമ്പോൾ നീ ഒരു വിപ്ലവമായി മാറും, നീ ഒരു കൊടുങ്കാറ്റായി മാറും. വാസ്തവത്തിൽ പരിശുദ്ധ മറി ശാന്തമറിയമായിട്ട് നിങ്ങൾ എടുക്കരുതേ. ഒരു വിപ്ലവത്തിന്റെ പേരാണ് മറിയം. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ, സ്നേഹ കൊടുങ്കാറ്റിന്റെ, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുകലിന്റെ പേരാണ് പരിശുദ്ധ മറിയം. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ അനുഭവമായത് പരിശുദ്ധാത്മാവിൽ നിറയുക. യൂതിത്ത് തൻ്റെ ദേശത്തിന്റെ തകർച്ച അറിയുമ്പോൾ പറയുന്ന ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പറയുമ്പോൾ അവളെപ്പറ്റി പറയുന്ന, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ്, നിന്റെ വാക്കുകൾ നിഷേധിക്കാൻ ആർക്കുമാവില്ല. ഇന്ന് ആദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്, നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവര് ദൈവത്തിന്റെ ചിന്തകൾ, അതിൻ്റെ പേര് ജ്ഞാനം. ദൈവത്തിന്റെ ചിന്ത നമ്മൾ സ്വന്തമാക്കുക. ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നമൊക്കെ ആയിക്കോട്ടെ. 8 നോമ്പിന്റെ നാളുകളിൽ അമ്മയുടെ മനവും അമ്മയുടെ ചിന്തയും ഒക്കെ സ്വന്തമാക്കാനുള്ള കാലമാണ്. യൂതിത്ത് പറയുന്നൊരു കൊച്ചു വാക്യമുണ്ട്, ഭയങ്കര ശക്തമായിട്ട്. 8-ാം അധ്യായം 32, നമ്മുടെ ഭാവി തലമുറയിലെല്ലാം
അറിയപ്പെടാൻ പോകുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഒരു വിധവ, ബലഹീന, അശക്ത, പ്രാധാന്യമില്ലാത്തവള്, വിലയില്ലാത്തവള്, ശാപം കിട്ടിയവള് പറയുക, ഇതാ നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവമക്കളെ, ഓരോ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തതല്ലേ. ഓരോ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സംഭവിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഈ വിമലഗിരി തീർത്ഥാടന കേന്ദ്രത്തിൽ മക്കൾ വന്ന് പറയാറുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഞാനൊക്കെ ഒരു ഡോക്ടറെ കുടുംബം, ഭർത്താവും ഭാര്യയും രണ്ടുപേരും ഡോക്ടർമാരാ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാ, വളരെ പ്രഗത്ഭര്, പക്ഷെ മക്കളില്ല. കഴിഞ്ഞ കോവിഡിന്റെ കാലത്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഇവിടെ വന്നു, നിരാശപ്പെട്ട് സങ്കടപ്പെട്ടു. ഞാൻ മുഖത്തോട്ട് നോക്കിയാൽ മതി, മാതാവിന്റെ മുഖത്തോട്ട് നോക്കിക്കോ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് അവർ വിമലഗിരി മാതാ. അവരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. ഇന്ന് 4-5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുടുംബത്തിൽ. ആ കുടുംബത്തിന്റെ നിരാശയും ദുഃഖവും ഒക്കെ ഭാവി തലമുറയിലെല്ലാം അറിയപ്പെടുന്ന ഒരു കാര്യം ചെയ്യുന്നുള്ളൂ പരിശുദ്ധമറിയും. അപ്പോൾ ഇത് ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്ന ആത്മാവിന്റെ കവിഞ്ഞൊഴുകലാണ്. യൂദിത്തിന്റെ പ്രാർത്ഥനയും ഒക്കെ തിരുവചനത്തിൽ കാണുന്നത്. അവൾ കമന്ന് വീണ് പ്രാർത്ഥിച്ചു, ചാക്കൊടുത്ത് പ്രാർത്ഥിച്ചു, ചാരം പൂശി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ശത്രുവിനെ വധിച്ചിട്ട് മടങ്ങി വരുന്ന യൂദിത്തിനെ കാണും. യൂദിത്ത് പറയാ, തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവളെ പരിശുദ്ധമ്മ വിളിച്ചു പറയുന്ന, തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ചിന്തിക്കാൻ പറ്റാത്തൊരു അഭിഷേകമല്ലേ മക്കളെ. പരിശുദ്ധമ്മ പറയും, ഞാൻ വരുന്നല്ല, ഇതാ ദൈവം വരുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വരുന്നു. ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി തന്നെ അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവൻ, അവിടുത്തെ പുകഴ്ത്തുവൻ, ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എന്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവൻ. തിരുവചനം പറയും, ഊസിയ രാജാവ് പറയുന്നൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ധ്യാനം അവസാനിപ്പിക്കാം. മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട, മോസ്റ്റ് ബ്ലെസ്സഡ് ബൈ ദ ലോർഡ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവള്, ഏറ്റവും കൃപ നിറഞ്ഞവളാണ് നീ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവനും ശത്രു നേതാവിന്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ വിട്ടുപോവില്ല. അമ്മ നമ്മളെ പ്രചോദിപ്പിക്കുക, കൃപ നിറഞ്ഞവള് നമ്മളെ പ്രചോദിപ്പിക്കുക. ഇത് ഭാവി തലമുറയിലെല്ലാം അറിയപ്പെടാൻ പോകുന്നൊരു കാര്യം ഈ 8 നോമ്പിന്റെ നാളുകളിൽ. ദൈവമക്കളെ, അനേകം കുടുംബങ്ങളും വ്യക്തികളും ആശീർവദിക്കപ്പെടുന്ന 8 നോമ്പിന്റെ 2ാമത്തെ ദിവസം ഈ നിമിഷങ്ങളിൽ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. തകർച്ചയിലായിരുന്ന, അടിമത്തത്തിലായിരുന്ന, പരാജയത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ യൂദിത്ത് ഇതാ ഉയർന്നു നിന്നതുപോലെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കാൻ രോഗപീഠകൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, തകർച്ചകൾ, നിരാശകളൊക്കെ പരാജയപ്പെടുത്തുവാൻ, വിജയിച്ചു നിൽക്കുവാൻ, രാജ്ഞിയായി ധീര നായികയായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരട്ടെ. അത്യുന്നതന്റെ ശക്തി ആവസിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, 8 നോമ്പിന്റെ 2ാം നാളില് ഈ മക്കൾ വയ്ക്കുന്ന 2 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങൾ അത്ഭുതങ്ങളായി തീരട്ടെ. അമ്മ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥം മക്കൾക്ക് ലഭിക്കട്ടെ. രോഗപീഠകൾ, ദുഃഖങ്ങൾ, ആകുലതകൾ നീങ്ങിപ്പോകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ അനുഗ്രഹിക്കുകയും അമ്മ മാതാവിൻ്റെ നീലക്കാപ്പയിൽ നിങ്ങളെ പൊതിയുകയും ഒരു അത്ഭുതത്തിന് സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യട്ടെ. ആമേൻ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം